ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. അപ്പോൾ നമ്മുടെ RRB NTPCയുടെ ഷോർട്ട് നോട്ടീസ് അല്ലേ, ഷോർട്ട് നോട്ടീസ് വന്നിട്ട് കുറച്ചധികം ദിവസങ്ങളായി. അപ്പോൾ ഷോർട്ട് നോട്ടീസ് വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. ഇനി നമ്മൾ എന്ന് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന എക്സാമാണ് നമ്മുടെ RRB NTPC ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം അല്ലേ. അപ്പോൾ എന്നത്തേക്കായിരിക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്, എപ്പോഴത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം? കഴിഞ്ഞ വർഷം നമ്മുടെ റെയിൽവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി റെഗുലർ ആയിട്ട് എല്ലാ വർഷവും റെയിൽവേ എക്സാംസ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അത് എന്തായാലും റെയിൽവേ അവരുടെ ഭാഗം എന്നവർ പറഞ്ഞ വാക്ക് പാലിച്ചു അല്ലേ. ഈ വർഷം അവർ ഷോർട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ അവരുടെ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ നോട്ടിഫിക്കേഷനും ഉടനെ തന്നെ വരുന്നതായിരിക്കും. കാരണം ഒക്ടോബർ 21 RRB NTPC ഗ്രാജുവേറ്റ് ലെവലിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ലൈവ് ആകുന്നതായിരിക്കും. അപ്പൊ എത്രത്തോളം വേക്കൻസീസ് ആണ് ഇത്തവണ റെയിൽവേ NTPC റെഗുലറായിട്ട് വിളിക്കുന്നത് കൊണ്ട് തന്നെ വേക്കൻസീസ് ഒരുപാട് അധികമില്ല എങ്കിൽ പോലും അത്യാവശ്യം വേക്കൻസീസ് ഉണ്ട് അല്ലെ. ഇനിയും വേക്കൻസീസ് ടെൻഡേറ്റീവ് വേക്കൻസീസ് മാത്രമേ റെയിൽവേ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. സോ വേക്കൻസീസ് എന്തായാലും കുറയില്ല, കൂടാനുള്ള സാധ്യത തള്ളിക്കളയാനും പറ്റില്ല. അപ്പൊ ടോട്ടൽ 8880 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കൂടി മൊത്തം, അതായത് ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും കൂടെ ചേർത്ത് 8800 വേക്കൻസീസ് ഉണ്ട്. ഗ്രാജുവേറ്റ് ലെവലിൽ 5800 വേക്കൻസീസും അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ 12th ലെവലിന് 3050 വേക്കൻസീസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടീസ്, ഈ ഒരു പത്ര റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ എക്സാം അല്ല, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന എന്ന് മുതൽ നമുക്ക്, അതായത് നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും ലൈവ് ആകുന്നതായിരിക്കും. അതായത് ഒക്ടോബർ 21 മുതൽ ഗ്രാജുവേറ്റ് ലെവൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് NTPC കഴിഞ്ഞ വർഷം നടന്ന എക്സാമിലും ഇതേപോലെ തന്നെയായിരുന്നു അവർ പാറ്റേൺ റെയിൽവേ സ്വീകരിച്ചത്. ആദ്യം ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ വന്നു, അതിനുശേഷം ഏകദേശം ഒരു മാസത്തോളം, ആ ഒരു ഗ്യാപ്പിൽ ഒരു മാസമൊന്നും എടുത്തില്ല, അതിന് മുൻപ് തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ അതേ ഒരു പാറ്റേൺ തന്നെയാണ് റെയിൽവേ ഈ വർഷവും ഫോളോ ചെയ്യുന്നത്. ഒക്ടോബർ 21 ഗ്രാജുവേറ്റ് ലെവൽ അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആകും. കറക്റ്റ് ഒരാഴ്ച ഡിഫറൻസിൽ, അതായത് ഒക്ടോബർ 28 നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഒക്ടോബർ 28 അണ്ടർ ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആകും. സോ ഇനി ഒരാഴ്ചയും കൂടിയേ ഉള്ളൂ നമ്മുടെ NTPCയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഷോർട്ട് നോട്ടീസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഒഫീഷ്യലി അവരുടെ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ വിൻഡോയിൽ ലൈവ് ആവാനായിട്ട് ഗ്രാജുവേറ്റ് ലെവലിന് 1 വീക്ക് ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ 2 വീക്സ് ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ എന്തായാലും 2 ഒരുമിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അവരവർ നോക്കിയിരിക്കുക, നിങ്ങളുടെ ഡേറ്റ്സ് ഒക്കെ നോക്കിയിരിക്കുക. വന്ന ഉടനെ പെടാന്ന് അപ്ലൈ ചെയ്തുകൊള്ളുക, വെച്ച് താമസിപ്പിക്കേണ്ട, ഡിലേ ആക്കണ്ട. നമുക്ക് ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റുകൾ, AWS സർട്ടിഫിക്കറ്റുകളൊക്കെ വേണ്ടവർ അത് നേരത്തെ കൂട്ടി തന്നെ റെയിൽവേ ഫോർമാറ്റിൽ എടുത്തു വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് ഒരാഴ്ചക്കകം NTPCയുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്തായിരിക്കും ലൈവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ എക്സാക്റ്റ് എത്ര വേക്കൻസീസ് പറയുന്നുണ്ട്? 5817 വേക്കൻസീസ് ആണ് ഗ്രാജുവേറ്റ് ലെവൽ NTPC 2025. ടോട്ടൽ വേക്കൻസീസ് 5817 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലാണ്. ക്വാളിഫിക്കേഷൻ? ഗ്രാജുവേഷൻ തന്നെയാണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഗ്രാജുവേഷൻ ആയവർക്ക് പാസ്സായി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയവർക്ക് അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏജ് പറയുന്നത് 18 മുതൽ 33 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ക്രൈറ്റീരിയ. അതുപോലെ തന്നെ OBC-ക്കാർക്കൊരു 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. SC ST ആണെന്നുണ്ടെങ്കിൽ എത്ര വർഷമാണ്? 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം റെയിൽവേ വിളിച്ച എക്സാമുകളിലെല്ലാം ഒരു എക്സ്ട്രാ 3 വർഷം കൂടി റിലാക്സേഷൻ ഉണ്ടായിരുന്നു. അതായത് 18 മുതൽ 36 വയസ്സായിരുന്നു
കഴിഞ്ഞ വർഷം വിളിച്ച റെയിൽവേ എക്സാംസിൻ്റെ എല്ലാമല്ല, അത് ഏത് എക്സാമാണോ അതിലൊരു എക്സ്ട്രാ 3 വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും വിചാരിച്ചു എല്ലാ വർഷവും കൊടുക്കുന്നു. അപ്പോൾ റെയിൽവേ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ഒരു 3 വയസ്സ് എക്സ്ട്രാ കൊടുത്തത് ഒരു കോവിഡ് ടൈമിൽ റെയിൽവേക്ക് വിളിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ആ നോട്ടിഫിക്കേഷനൊക്കെ അത്യാവശ്യം നല്ല ഡിലേ ആയിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു ടൈം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എക്സ്ട്രാ ഒരു 3 വയസ്സ് അല്ലെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ കൊടുത്തത്. അപ്പോൾ ആ ഒരു റിലാക്സേഷൻ നമ്മൾ ഈ വർഷം എന്തായാലും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നമ്മുടെ ഏജ് എന്ന് പറയുന്നത് 18 മുതൽ 33 വയസ്സ് വരെയാണ് ഗ്രാജുവേറ്റ് ലെവലിൻ്റേത്. പ്ലസ് ഏജ് റിലാക്സേഷൻ വേണ്ടവർക്ക് അല്ലെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് OBCക്ക് 3 വർഷവും SC STക്ക് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ 12th ലെവലിന് 3000 വേക്കൻസീസ് ആണല്ലേ, 3050 വേക്കൻസീസ് ആണുള്ളത്. 5800 3050 വേക്കൻസീസോളം ഉണ്ട്. അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ 12th പാസ്സാണ് അവരുടെ ക്വാളിഫിക്കേഷൻ. ഏജ് 18 മുതൽ 30 വയസ്സ് വരെയാണ് അവരുടെ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് 3 വർഷത്തതും അതുപോലെ തന്നെ SC STക്ക് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ ഇവരുടെ 2 പേരുടെയും നോട്ടിഫിക്കേഷൻ, അവരെന്ന് പറഞ്ഞാൽ നമ്മുടെ NTPCയുടെ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ 21 ഗ്രാജുവേറ്റും ഒക്ടോബർ 28 അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വരെ ആപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റാക്കുക, തയ്യാറായിട്ടിരിക്കുക. നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ലാസ്റ്റ് ഡേറ്റിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഹാങ് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ വരുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാം സെറ്റാക്കി വെച്ച് നിങ്ങളുടെ ഓർഡർ പ്രിഫറൻസും എല്ലാം ഓക്കെ ആക്കി വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെ പോസ്റ്റുകളിൽ ഏതൊക്കെ പോസ്റ്റുകളിൽ എത്ര വേക്കൻസീസ് അപ്രൂവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റാണിത്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലെവൽ പേ 6 അല്ലേ, ലെവൽ 6 പേ സ്കെയിൽ വരുന്ന നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ വേക്കൻസീസ് വന്നിട്ടുള്ളത് 615 വേക്കൻസീസ് ആണ് സ്റ്റേഷൻ മാസ്റ്റർക്ക് ഉള്ളത്. ഗുഡ്സ് ട്രെയിൻ മാനേജർക്ക് 3423 വേക്കൻസി. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഈ ഗുഡ്സ് ട്രെയിൻ മാനേജറുടെ വേക്കൻസീസ് ആണ്. ലെവൽ പേ സ്കെയിൽ ലെവൽ 5 ആണ്. എത്ര വേക്കൻസീസ് ഉണ്ട്? 3423 വേക്കൻസീസ് ഉണ്ട്. ട്രാഫിക് അസിസ്റ്റന്റിന് 59 വേക്കൻസീസ് ആണ്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർക്ക് 161 വേക്കൻസീസ് ഉണ്ട്. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിന് 921. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന് 632. അതായത് ആ പോസ്റ്റ് തിരിച്ചിട്ടുള്ള മാക്സിമം അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള ടോട്ടൽ വേക്കൻസീസ് ലിസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ലിസ്റ്റാണ്. അപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റിന് ഏറ്റവും കൂടുതലുള്ളത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനാണ്. 2424 വേക്കൻസീസ് ഉണ്ട്. ട്രെയിൻ ക്ലർക്കിന് 77 വേക്കൻസീസ് ആണ്. അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 394 വേക്കൻസീസ് ഉണ്ട്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 163. ടോട്ടൽ 3058 വേക്കൻസീസ് അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ 12th പാസിന് ഇത്രയും വേക്കൻസി 3058 വേക്കൻസീസ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽഡ് പോസ്റ്റ് വൈസ് ഉള്ള വേക്കൻസീസ് അവർ അലോട്ട് ചെയ്തിട്ടുള്ള പോസ്റ്റ് വൈസ് വേക്കൻസി ലിസ്റ്റാണിത്. അപ്പോൾ ഇത് നോക്കി നിങ്ങളുടെ പ്രിഫറൻസുകളൊക്കെ നേരത്തെ കൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് അപ്ലൈ ചെയ്യാനൊക്കെ റെഡി ആയിട്ടിരിക്കുക. നമുക്കറിയാം 2 ടയറാണുള്ളത്, CBT 1ഉം CBT 2ഉം. ഒരു വ്യത്യാസവും ഇല്ല. സബ്ജക്റ്റ് സിലബസ് എല്ലാം സെയിം തന്നെയാണ്. ടൈമും സെയിം തന്നെയാണ്. 1 hour 30 minutes അല്ലെ, 90 minutes ആണ് ടോട്ടൽ എക്സാം. വ്യത്യാസം എവിടെയാണ് വരുന്നത്? നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ കേസിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. GK GS 40 മാർക്കാണ് CBT 1 എങ്കിൽ CBT 2ന് മൊത്തം 50 മാർക്കിനുള്ള GK GS ഉണ്ട് അല്ലേ. GK ജനറൽ നോളജ്, ജനറൽ GS, ജനറൽ സയൻസ് 50 മാർക്കാണ് ടയർ 2ന്. ടയർ 1ന് 40 മാർക്കിനാണ്. മാത്സും റീസണിങ് 30 ചോദ്യങ്ങൾ വെച്ച്. CBT 2ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 35 ചോദ്യങ്ങൾ. അങ്ങനെ മൊത്തം 120 ക്വസ്റ്റ്യൻസ് ആണ് CBT 2നുള്ളത്. 100 ക്വസ്റ്റ്യൻസ് ആണ് CBT 1നുള്ളത്. ടോട്ടൽ
100 മാർക്കിന്. അപ്പോൾ സമയം എന്താണ്? സമയം സെയിം തന്നെയാണ്. അപ്പോൾ CBT 1 CBT 2 തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ല. കുറച്ചുകൂടെ സ്പീഡും ആക്യുറസിയും എന്ത് വേണം? നമുക്ക് CBT 2 ചെയ്യാനായിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് സ്പീഡും ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ടയർ 2 നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സിലബസും പാറ്റേണും എല്ലാം സെയിം ആണ്. ആ ക്വസ്റ്റ്യൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് പ്രിപ്പറേഷനൊക്കെ നടത്തുക. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് നമ്മളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ AZB അക്കാഡമി NTPGയുടെ ഒരു കംപ്ലീറ്റ് ബാച്ച് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് റെക്കോർഡ് മാത്രമല്ല, ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ട്സ് എല്ലാം ഡൗൺലോഡബിൾ ഫോമാറ്റിലുള്ള PDF നോട്ട്സുകളുണ്ട്. മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും, അതിൻ്റെ അനാലിസിസ് സെഷൻ പോകുന്നുണ്ട്. പ്ലസ് ഒരു 1-to-1 മെന്റർഷിപ്പ് പ്രോഗ്രാം ഈ ഒരു കോഴ്സിന് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ എക്സാമിന്റെ പ്രിപ്പറേഷൻ മുതൽ ഫ്രം ദ ബിഗിനിങ് മുതൽ എക്സാം എൻഡ് വരെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ളതും കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് നിങ്ങളുടെ കൂടെ ഒരു മെന്റർ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പൊ ഇനി വൈകിക്കണോ? പെട്ടെന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊള്ളുക. എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. നമ്മളിനി അതുവരെ കാത്തു നിൽക്കണം. നമ്മുടെ പ്രിപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പൊ എല്ലാവരും എന്താണ് കോഴ്സൊക്കെ പർച്ചേസ് ചെയ്ത് നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. സോ നമുക്ക് വീണ്ടും ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.